ഇത് വെറുമൊരു സങ്കല്പമല്ല. എണ്ണവില ഇടിയുന്നതോ യുദ്ധങ്ങളോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ നിയമമാറ്റങ്ങളോ മൂലം 25 ലക്ഷം മലയാളികൾ ഒരേ സമയം നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ എന്ത് സംഭവിക്കും? വിമാനത്താവളങ്ങളിൽ ജനസമുദ്രം, റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് നമ്മൾ വിളിക്കുന്ന ആ പ്രവാസി മടക്കം സത്യമായാൽ ഈ കൊച്ചു കേരളം അതിജീവിക്കുമോ, അതോ തകർന്നു തരിപ്പണമാകുമോ? കേരളത്തിലെ ബാങ്ക് നിക്ഷേപത്തിന്റെ വലിയൊരു പങ്ക്, ഏകദേശം 2.3 ലക്ഷം കോടി രൂപ, പ്രവാസികളുടേതാണ്. ഇത്രയും പേർ ഒന്നിച്ചു മടങ്ങിയെത്തി ഈ പണം പിൻവലിച്ചാൽ കേരളത്തിലെ ബാങ്കിംഗ് സിസ്റ്റം തകരും. സാധാരണക്കാർക്ക് ലോൺ കിട്ടാതാകും. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിന്റെയും നികുതി കൊണ്ടാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്. പ്രവാസികളുടെ പണമൊഴുക്ക് നിന്നാൽ സർക്കാരിന്റെ ഖജനാവ് ശൂന്യമാകും. ഇന്ന് 50 ലക്ഷം രൂപ വിലയുള്ള ഭൂമിക്ക് നാളെ 10 ലക്ഷം പോലും കിട്ടാത്ത അവസ്ഥ വരും. കാരണം വാങ്ങാൻ ആളില്ല. പണി തീരാത്ത ലക്ഷക്കണക്കിന് വീടുകൾ കേരളത്തിലുടനീളം പ്രേതാലയങ്ങളായി മാറും. സ്വർണം, വജ്രം, ആഡംബര കാറുകൾ എന്നിവയുടെ വിപണി 80% ഇടിയും. പ്രവാസി പണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്വാശ്രയ കോളേജുകൾ കുട്ടികളില്ലാതെ പൂട്ടും. ഗൾഫുകാരുടെ പണം കൊണ്ട് നിലനിൽക്കുന്ന വമ്പൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് സാധാരണക്കാരെ ചികിത്സിക്കാൻ മാത്രമുള്ള ശേഷിയുണ്ടാവില്ല. മെഡിക്കൽ ടൂറിസം തകരും. നിലവിൽ നാട്ടിലുള്ളവരും തിരിച്ചു വന്നവരും തമ്മിൽ ഓരോ ചെറിയ ജോലിക്ക് വേണ്ടിയും മത്സരിക്കും. ഇത് കൂലി കുറയാൻ കാരണമാകും. അതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളം വിടുന്നത് ശുചീകരണ, നിർമ്മാണ മേഖലകളെ നിശ്ചലമാക്കും. വർഷങ്ങളോളം അകന്നുകഴിഞ്ഞ ഭർത്താവും ഭാര്യയും കുട്ടികളും പെട്ടെന്ന് ഒരു കൊച്ചു വീട്ടിൽ വരുമാനമില്ലാതെ ഒന്നിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം. വിവാഹമോചനങ്ങളും ആത്മഹത്യകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പട്ടിണിയും തൊഴിലില്ലായ്മയും കൂടുമ്പോൾ സ്വാഭാവികമായും മോഷണങ്ങളും പിടിച്ചുപറിയും വർദ്ധിക്കാം. പക്ഷേ മലയാളിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ പ്രതിസന്ധിയെ നമ്മളൊരു അവസരമാക്കും. ഉപഭോഗ സംസ്ഥാനത്ത് നിന്ന് കേരളം മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറും. പ്രവാസികൾ കൊണ്ടുവരുന്ന ലോക നിലവാരമുള്ള അറിവുകൾ ചെറുകിട വ്യവസായങ്ങളെ വിപ്ലവകരമായി മാറ്റും. തരിശുവിടക്കുന്ന പാടങ്ങൾ പ്രവാസികൾ ഏറ്റെടുക്കും. വിദേശത്തെ ഹൈടെക് ഫാമിംഗ് രീതികൾ കേരളത്തിലെ മണ്ണിൽ പരീക്ഷിക്കും. തമിഴ്നാടിനെയും കർണാടകത്തെയും ആശ്രയിക്കുന്നത് നമ്മൾ നിർത്തും. ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ജോലി ചെയ്ത എഞ്ചിനീയർമാരും മാനേജർമാരും കേരളത്തിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതോടെ കേരളം ഇന്ത്യയുടെ സിലിക്കൺ വാലിയായി മാറും. പ്രവാസികൾ തിരിച്ചുവരുന്നത് കേരളത്തിന്റെ തകർച്ചയാണെന്ന് വിശ്വസിക്കുന്നവർ ഒരു കാര്യം മറന്നുപോകുന്നു. നമ്മൾ ഇത്രയും കാലം കെട്ടിപ്പടുത്തത് വെറും കെട്ടിടങ്ങളല്ല, മറിച്ച് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു ജനതയുടെ ആത്മവിശ്വാസമാണ്. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് വിയർപ്പൊഴുക്കി ഈ നാടിനെ വളർത്തിയവർക്ക് സ്വന്തം മണ്ണിൽ പട്ടിണി കിടക്കേണ്ടി വരില്ല. കാരണം അവർ കൊണ്ടുവരുന്നത് വെറും പണമല്ല, കഠിനാധ്വാനത്തിന്റെ വലിയൊരു പാഠപുസ്തകമാണ്. അതെ, തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ആ സാമ്പത്തിക ആഘാതം വലുതായിരിക്കും. ബാങ്കുകൾ തളർന്നേക്കാം, കമ്പോളങ്ങൾ നിശ്ചലമായേക്കാം. പക്ഷേ ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കരുത്ത് ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ട്. പ്രവാസികൾ തിരിച്ചെത്തുന്നത് കേരളത്തിന്റെ അവസാനമല്ല, മറിച്ച് കേരളം 2.0 എന്ന പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണ്. നമ്മൾ മാറാൻ തയ്യാറാണോ എന്നതു മാത്രമാണ് ചോദ്യം. ഈ വീഡിയോ നിങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. അവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ നമുക്ക് താൽപ്പര്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.